ആദ്യം നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വരുന്നത്. എന്താണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും രുചികരമായ കാഷ്യൂ നട്ട് എവിടെയാണ് നിങ്ങൾക്ക് അറിയാവോ കിട്ടുന്നത്? പലർക്കും അറിയായിരിക്കും കാഷ്യൂ നട്ട് കിട്ടുന്നത് എവിടെയാണല്ലേ. പക്ഷെ ഏറ്റവും രുചികരമായി കാഷ്യൂ നട്ട് കിട്ടുന്ന ആ ഒരു കശുമാവും തോട്ടത്തിലാണ്. അതായത് ഇച്ചിരി എന്താ പറയാ, ഒരു സ്വല്പം പ്രൗഡോടെ എനിക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ ഈ മലബാർ സൈഡില്, അതായത് പ്രത്യേകിച്ച് എന്റെ ഡിസ്ട്രിക്റ്റായ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും. ഈ ഇടയ്ക്ക് ഒരു സർവേയിൽ കണ്ടതാണ് ലോകത്തിലെ ഏറ്റവും രുചികരമായ കാഷ്യൂ നട്ട് കിട്ടുന്നത് അല്ലെ ഉണ്ടാകുന്ന സ്ഥലം എന്റെ ഡിസ്ട്രിക്റ്റായ കണ്ണൂരിലാണ്. ആ കണ്ണൂരിലെ എന്റെ ഒരു കശുമാവ് തോട്ടത്തിലാണ് ഞാനിപ്പോ നമ്മുടെ ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ആദ്യത്തെ കശുമാമ്പഴം പെറുക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ പയ്യെ തോട്ടത്തിലേക്ക് എത്തി നമ്മളുടെ ഡ്യൂട്ടിയും നമുക്കിങ്ങനെ നല്ല കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ജോലിയിലേക്ക് കടക്കാം അല്ലെ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താ പറിക്കുന്നേന്ന്. അപ്പൊ ഞാൻ എന്നാ ചോദിച്ചാല് ഒന്നിരാടനെ തോട്ടത്തിൽ കയറി വരുള്ളൂ. എന്ന് വെച്ചാല് എല്ലാ കശുമാവും കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഇതിന്റെ ഒരു സൈഡിലെ കശുമാവ് മാത്രമാണ് കായ്ച്ചു വെക്കുന്നത്. ഒന്നിരാടം വരുമ്പോൾ പറഞ്ഞത് എന്തായാലും നാളത്തേക്ക് പൊഴിഞ്ഞു വീഴും. അപ്പൊ ഇനി മറ്റന്നാളല്ലേ ഞാൻ വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ ചോദിച്ചാല് കിട്ടുന്ന കൈ വെട്ടാൻ പറ്റുന്നിടത്തേക്ക് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കുവേ. അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഈ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള കശുമാമ്പഴവും കശുവണ്ടിയും എല്ലാം ഉള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഈ കശുമാമ്പഴം മൊത്തം ഇന്നലെ വവ്വാല് വന്ന് അതിൻ്റെ നമ്മളിപ്പം എന്നാ പറയുക ഇതിൻ്റെ നീര് കുടിച്ച പോലെ ഇന്നലെ വന്ന് വവ്വാല് ഇതിലൊരു പ്രയോഗം നടത്തി എന്ന് തോന്നുന്നു. അതുകൊണ്ട് പഴം ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. പഴം ഇല്ല ഇതിന്, കശുവണ്ടി മാത്രമേ ഇതിൻ്റെ ചോട്ടിലുള്ളൂ. അപ്പം ഈ ബക്കറ്റ് നിറയുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ കൂടെ കൊണ്ടുപോയി കൂട്ടിയിരുന്ന് നമ്മുടെ മടുപ്പും മാറും, നമുക്ക് വരുമാനവും ആവും. പണ്ടൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇങ്ങനെ പപ്പായൊക്കെ പറയും, ആ കശുമാവ് മുറ്റത്ത് തന്നെയായിരിക്കും, മുറ്റത്തിന്റെ തൊട്ട് താഴെ ആയിരിക്കുവേ കശുമാവ്. മോളെ പോയിട്ട് ആ കശുമാമ്പഴം ഒന്ന് പെറുക്കിക്കൊണ്ട് വന്നേ, അതിന്റെ ചോട്ടിലുണ്ടാവും. ഇപ്പോഴാണ് ഇരിയാൻ നല്ല എളുപ്പമുണ്ട്. കാരണം എന്ന് വെച്ചോ, ഇന്ന് ഇത് കണ്ടോ, ഈ ഒരു മാമ്പഴം ഇരിയുന്ന ആ ഒരു എളുപ്പം ഈ ഒരു മാമ്പഴം ഇരിയാനില്ല. കാരണം എന്താന്ന് ചോദിച്ചാല് വീഴുന്ന അപ്പൊ തന്നെ നമുക്ക് ഇരിയാൻ നല്ല എളുപ്പമാണ്. പക്ഷെ ഇവര് നമ്മുടെ അടുത്ത് പറയും, പപ്പായൊക്കെ പറയും, പോയി അന്നാ വീഴുന്ന അന്നാ പെറുക്കിക്കൊണ്ട് വന്നാൽ നമുക്ക് ഇരിയാൻ എളുപ്പമാണ്. ഇതൊന്നും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. കളിച്ച് നടക്കാന്നൊക്കെയല്ല നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അരിശമാണേ, ഇത്രയും വിലയുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ഓർക്കുമ്പോ മനസ്സോടെയാണ് നമ്മൾ ഈ കശുമാമ്പഴം പെറുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇന്ന് വലുതായി, നമുക്ക് ഉത്തരവാദിത്തങ്ങളായി, നമുക്ക് പൈസക്ക് ആവശ്യങ്ങളായി. അപ്പൊ ആരും പറയണ്ട നമ്മുടെ അടുത്ത്, സ്വന്തം നമ്മൾ ബക്കറ്റുമായിട്ട് ഇറങ്ങിക്കോളും പെറുക്കാന്. നീറുണ്ടോ? കൂട്ടിയിരിക്കുന്ന നീറ് ഇങ്ങനെ, നീറും കൂട് കണ്ടിട്ടില്ലാത്തവര് കണ്ടോ കേട്ടോ, നീറും കൂട്. പാവം, അവർ കൂട് കൂട്ടി അവിടെ ഇരിക്കട്ടെ. അപ്പൊ ആവുമ്പോ ഞാൻ ഓരോ കൂട്ടിയിട്ട് അവിടെ ഇരുന്നാണ് നമ്മളിത് ഇരിയുന്നത്. അപ്പം ഇതൊരു സൈഡിലത്തെ ഞാൻ ഇങ്ങനെ പെറുക്കി ഇവിടെ ഒരു സൈഡിൽ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടേ. അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങനെ ഞാൻ നടന്നുകൊണ്ട് പോവാണ്. ഒരു കൂട്ടം അവിടെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഞാനിപ്പം നടന്നു പോകുന്നത്. അവിടെ തന്നെ ഇതും കൂടെ കൂട്ടി അവിടെ നമുക്കങ്ങ് വിശദമായിട്ട് ഇരുന്നിട്ട് നമുക്കങ്ങ് ഇരിയ ഇനി.
ഇന്ന് എന്തായാലും ഞാൻ ഇവിടെ കൂട്ടുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പെറുക്കി ഇതുണ്ടോ മാമ്പഴം എല്ലാം അഴുകാൻ തുടങ്ങി. ഇന്ന് നമ്മളൊരു പുതിയ സ്ഥലത്തേക്കാണ് കൂട്ടാൻ പോകുന്നത്. അപ്പം ഈ ട്രിപ്പ് ഞാൻ പെറുക്കിക്കൊണ്ട് വന്നതിനെ നമ്മൾ ഓൾറെഡി കൂട്ടിയിട്ടടത്തേക്ക് തന്നെ പിന്നെ ഞാൻ കൊണ്ടിടുക കേട്ടോ. അപ്പൊ നമ്മുടെ ഈ രാവിലെ തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് കശുവണ്ടി പെറുക്കല്. തോട്ടത്തിൽ വന്നു. അപ്പൊ ഞാൻ മുമ്പേ കാണിച്ചു തന്നു, ഒരു സൈഡിൽ നമ്മുടെ കശുമാമ്പഴം ഒന്നും ആയിട്ടില്ല, കശുവണ്ടി ആയിട്ടില്ല. ഇതിന്റെ തോട്ടത്തിന്റെ മറ്റൊരു സൈഡിലാണ് ഞാൻ ഇന്ന് കശുവണ്ടി പെറുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ ഏകദേശം നന്നായിട്ട് ഇതാണ്ട് വിളവുണ്ട്. അപ്പം ഇത്രയും നേരം ഞാൻ കശുവണ്ടി പെറുക്കി ഇതിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടെ ഒരു തണലൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇരുന്ന ഈ ഫ്രൂട്ടീന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് ഒരു കശുമാമ്പഴം നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലാണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൂട്ടീന്ന് ഈ നട്ട്സിനെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് കാണിച്ചു തരാവേ. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ പയ്യെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോ ഇത് കൊണ്ടോ രണ്ടും ഇങ്ങനെ വന്നു. എന്നിട്ട് ഞാനിങ്ങനെ എന്നുവെച്ചാൽ വെള്ളമൊന്നും നമ്മുടെ ശരീരത്തിൽ നീരുണ്ടാവും, ഇതുപോലെ നീര് വരും. അപ്പൊ ഈ നീരൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബക്കറ്റാണ് ഇന്ന് പൊറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് സ്പീഡ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. അപ്പം കുനിഞ്ഞു നൂർന്ന് പെറുക്കലേ നമുക്കൊരു പണിയുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് വന്നിരുന്ന നമുക്കിതിനെ ഇങ്ങനെ മാറ്റാം. ഈ പഴം കൊണ്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാന്ന് ചോദിച്ചാല് ഇതിനെ നമ്മൾ ജാമാക്കാം ഈ കശുമാമ്പഴം കൊണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അച്ചാർ, ഇതുകൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. മാമ്പഴത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആദ്യം. അപ്പം അച്ചാർ ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഫെനി നമുക്ക് കശുമാമ്പഴം കൊണ്ട് ഉണ്ടാക്കാം. ഗോവയിലൊക്കെ കശുമാമ്പഴം കൊണ്ടുള്ള ഫെനി സുലഭമായി കിട്ടുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ അതിനെപ്പറ്റി ആലോചനകളുണ്ടെന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഇതായെന്ന് അറിയത്തില്ല. നമ്മൾ ഈ കശുവണ്ടി പെറുക്കാനൊക്കെ വന്നാലുണ്ടല്ലോ, നമ്മുടെ കൈയുടെയൊക്കെ കോലം ഒരു പരിതാപകരമായിരിക്കും കേട്ടോ. ഇതിന്റെ ഈ കശുമാമ്പഴത്തിന് നല്ലൊരു സ്മെല്ലാണ്. ആ കുറച്ച് നേരത്തേക്ക് ആ സ്മെല്ലുണ്ടാവും നമ്മുടെ കയ്യില്. പക്ഷെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു തുടുത്ത് നിൽക്കുന്ന കശുമാമ്പഴവേ. അപ്പം ഞാൻ ഇതിനെ അങ്ങ് ഒന്ന് ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ഉച്ച ടൈമായി, ഇപ്പം നന്നായിട്ട് ദാഹിക്കുന്നതുകൊണ്ട് വിശക്കുന്നുമുണ്ട്. അപ്പം ഈ ഒരെണ്ണം കഴിച്ചാൽ ഇപ്പം അത്യാവശ്യം നമ്മുടെ വിശപ്പും കുറയും, ദാഹവും മാറും. ഇതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം കേട്ടോ. ചെറിയ ഞാൻ ഇതിൻ്റെ കശുവണ്ടീനെ ഇങ്ങോട്ടേക്ക് ഇടുക. ചെറിയൊരു കമർപ്പുണ്ട്, ഒരു ചവർപ്പ് പോലെ, എന്നാൽ നല്ല മധുരമുണ്ട്. ഉണ്ടോ? ഈ നീരാണ് ഞാനിപ്പോൾ ഈ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നല്ല നീരുള്ള കശുമാമ്പഴമാണ്. ഈ കശുമാമ്പഴം ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പം ഇതാണ്ട് നമ്മുടെ ഇരിച്ചിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ഇരിയാനുണ്ട്. അപ്പോൾ ഏകദേശം ഇതാണ്ട് നമ്മുടെ ഒരു ബക്കറ്റ് ഞാൻ നിറയും ഇരിഞ്ഞു വെച്ചു. ഇതിനൊരു ബക്കറ്റ് എന്ന് പറഞ്ഞാൽ 10 കിലോയാണ്. അപ്പം നമുക്ക് 10 കിലോയെക്കാട്ടിലും കൂടുതലുണ്ട്. അപ്പം ഞാൻ ഇതിന് ഇനി ബക്കറ്റ് നിറഞ്ഞില്ലേ, ഒരു ബക്കറ്റും കൂടെ ഉണ്ട്. എന്നാലും ഞാനിതിനെ ഒരു വലിയ ചാക്കുണ്ട്, ലാസ്റ്റ് നമ്മൾ ആ ചാക്കിലോട്ട് ഇട്ടിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പം ഈ ചാക്കിലേക്ക് ഞാൻ ഇടുക കേട്ടോ.
ഇത്രയായി നമുക്കിന്ന്. ഇതിൻ്റെ അകത്തുണ്ട് കുറച്ച്. അപ്പോൾ ഏകദേശം ഇനി ഇതും കൂടി ആകുമ്പോഴത്തേന് ഏകദേശം ഒരു 20 കിലോ അണ്ടിയോളം ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമ്മളിനി മറ്റന്നാളെ നമ്മൾ അണ്ടി പെറുക്കാൻ വരുന്നുള്ളേ. അപ്പോൾ ഞാൻ പറയല്ലോ, ഒന്നിരാടാണ് നമ്മൾ അണ്ടി പെറുക്കാൻ വേണ്ടിയിട്ട് കയറുന്നത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്നാന്ന് ചോദിച്ചാൽ, ഈ ഇരിഞ്ഞു വെച്ച ഈ കശുവണ്ടീനെ എല്ലാം കൂടെ നമ്മൾ ഇതിനെ കൊണ്ടുപോയി നമ്മൾ ഉണക്കാനിടും. ഉണക്കാന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ വെയിലാണ് നമുക്ക് ഇത് കറക്റ്റ് ഉണങ്ങി നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഉണക്കാൻ വിട്ടേക്കാം അല്ലേ. ഞാൻ രാവിലെ തോട്ടത്തിലേക്ക് കയറിയതായിരുന്നേ. അപ്പോൾ സാധാരണ ഒരു തോട്ടത്തിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാലോ, അല്ലെങ്കിൽ ഒരു കാപ്പി എന്തെങ്കിലും കൊടുക്കും, കിട്ടില്ല ലൈറ്റായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ഊണായിരിക്കും എടുക്കുക. ഉച്ചയോടുകൂടി ഇറങ്ങിയൊക്കെ പോകുന്ന ദിവസമാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ഊണായിരിക്കും എടുക്കുക. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നത് ഊണാണ്. അപ്പോൾ അതിന്റെ കറികളൊന്നും വലിയ സംഭവം കറികളൊന്നുമില്ല, എല്ലാവരും തട്ടിക്കൂട്ടാണ്. ഒരു ചെറിയൊരു അവിയലെടുത്തു, പച്ചപ്പയർ തോരൻ, ഇതെല്ലാം കൂടി ഒരുമിച്ചൊക്കെ ഇട്ടുകൊണ്ട് മിക്സ് ആയിപ്പോയി. അവിയലെടുത്തു, പച്ചപ്പയർ തോരനെടുത്തു, സാമ്പാറുണ്ട്, പിന്നെ ഇതാണ്ട് നല്ല അച്ചാറുണ്ട്, ചില്ലിപ്പിക്ക അച്ചാറാട്ടോ, അച്ചാറുണ്ട്, പിന്നെ ഒരു സാലഡ് പോലെ കക്കരിക്ക് ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ചോറങ്ങ് ഉണ്ടാക്കാം അല്ലേ. ഭയങ്കര രുചിയാ ഈ തോട്ടത്തിനൊക്കെ ഇരുന്ന പറമ്പിലൊക്കെ ചോറുണ്ടാകാൻ ഭയങ്കര ടേസ്റ്റാ. അപ്പൊ നമ്മള് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കശുവണ്ടി ആയിട്ട് വന്നു. ഒരു 20 കിലോ അല്ല, അതിൽ കൂടുതലുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ എന്നാ ചെയ്യാൻ ചോദിച്ചാൽ, ഇതിനെ വെയിലത്തിട്ട് ഒരു 3 വെയില് കൊള്ളുന്ന ഉണക്ക്, അത് കഴിയുമ്പോൾ നമ്മൾ വാരിക്കെട്ടി ഇത് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും. ഞാൻ മുമ്പേ പറഞ്ഞില്ല നമ്മൾ തോട്ടത്തിൽ നിന്ന് പോന്നപ്പോ. അപ്പൊ ഞാൻ ഇതിനെ ഇനി ഉണങ്ങാനിടുവാണേ. നമ്മൾ ഈ കശുവണ്ടി എല്ലാം ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒന്നേലൊന്ന് തൊടാതെ നമ്മളിങ്ങനെ ഉണങ്ങാനിട്ടു. അപ്പം എനിക്ക് അവസാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാല്, നിമിഷ നേരം കൊണ്ട് നമുക്കൊരു വരുമാന മാർഗമായി നിങ്ങൾക്കുള്ള, അതായത് പാറക്കെട്ടിന്റെ ഇടയിൽ കൂടെ ആണെങ്കിലും നമുക്ക് ഈ കശുമാവിനെ നടാം. വേസ്റ്റായി കിടക്കുന്ന എവിടെയും നമുക്ക് ഒരു കശുമാവ് തോട്ടം പിടിപ്പിക്കാം. അപ്പൊ നമുക്കൊരു 500 രൂപ ഒരു ആവശ്യം വന്നു, ഒരു ബക്കറ്റും എടുത്ത് നമ്മൾ ഇറങ്ങിക്കൂല. നമുക്ക് വൈകുന്നേരം ഇതാണ് തോട്ടത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ, ഒന്നും ചെയ്യേണ്ടത് വെറുതെ ഒരു തൈ കൊണ്ട് നടുകയിൽ പ്രത്യേകിച്ച് പരിചരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഒരു വരുമാന മാർഗമാണ് കശുവണ്ടി. അപ്പൊ എങ്ങനെ എല്ലാവരും ഓരോ കശുമാവെങ്കിലും അവരോട് വീട്ടുവളർന്ന് വെച്ചുപിടിപ്പിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.